മക്കളെ, നമ്മളിപ്പോൾ 2 നിയമങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ നിയമം, എത്ര തവണ ആവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് വാല്യൂ കൂടും. 20 ആകുമ്പം 2x ആകുമ്പം 20 എന്ന് വായിക്കണം, 3x ആകുമ്പോൾ 30 എന്ന് വായിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമത്തെ നിയമം നമ്മൾ പറഞ്ഞു, ഒരു സിമ്പിൾ പരമാവധി 3 തവണ മാത്രമേ ആവർത്തിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ എന്താവില്ല, ഈ VLD പോലത്തെ സംഖ്യകൾ എന്താവില്ല, ആവർത്തിക്കാറില്ല. 500-ന് D ആണ് പറയുക. പിന്നെ അതുപോലെ തന്നെ 5-ന് V ആണ് പറയുക. V ആണ് ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷിൽ V ലെറ്റർ 5 ഉപയോഗിക്കാറ്. അത് ഒരിക്കലും ആവർത്തിക്കുകയില്ല. പിന്നെ L അതും ആവർത്തിക്കില്ല. D എന്നതും 1-ൽ കൂടുതൽ തവണ ആവർത്തിക്കാറില്ല. അതൊരു റോമൻ അക്കത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൂടി മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തെ നിയമം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒരു സംഖ്യയുടെ ലെഫ്റ്റ് സൈഡിൽ ആണ് സംഖ്യ വരുന്നതെങ്കിൽ അതിന് കുറയ്ക്കണമെന്ന് അർത്ഥം വെക്കണം. അപ്പം Xൻ്റെ 10-ന്ന് 1 കുറയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, 9 കിട്ടുക എന്നർത്ഥം. അതേപോലെ റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്യണം, 1 കൂടുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞതാണ് 50, ഇത് 50 അതിന് ലെഫ്റ്റ് സൈഡിലാണ് 10 വരുന്നതെങ്കിൽ 50-ന്ന് 10 കുറച്ചിട്ട് 40 എന്ന് വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ 10 കൂട്ടണം. അതുകൊണ്ടാണ് നമ്മൾ 9-ന്ന് ഇങ്ങനെ എഴുതുന്നത്, 11-ന്ന് ഇങ്ങനെ എഴുതുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിൽ 1 വന്നപ്പോൾ 1 കുറയ്ക്കണം. 10-ന്ന് 1 കുറച്ചാൽ 9. റൈറ്റ് സൈഡിലാകുമ്പോൾ 1 കൂട്ടണം. 10-ലേക്ക് 1 കൂട്ടിയാൽ 11. ഇത് 10. ഓക്കെ. അപ്പോൾ അതാണ് മൂന്നാമത്തെയും നാലാമത്തെയും നിയമങ്ങൾ എന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ടുള്ളൊരു നിയമം, പിന്നെ ഈ VLD എന്ന ഈ 3 സംഖ്യകൾ ഒരിക്കലും എന്താവില്ല, ഇടത് ഭാഗത്ത് എഴുതാറില്ല. റോമനൊക്കെ എഴുതുമ്പോൾ പിന്നെ ഈ VLD എന്ന് പറഞ്ഞാൽ 5-ന് നമ്മൾ V-ന്ന് ഉപയോഗിക്കുക 5 L പറഞ്ഞാൽ 50. അതുപോലെ തന്നെ നമ്മൾ 500-നാണ് D ഉപയോഗിക്കാറുള്ളത്. അതൊരിക്കലും ലെഫ്റ്റ് സൈഡിൽ വരില്ല. കാരണം അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് ഒന്നെങ്കിൽ ഒരു സ്വന്തം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേ വരുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ അയച്ചു തന്ന ഇമേജ് ഉണ്ടല്ലോ, നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചു തന്ന ഇമേജ് അത് കൃത്യമായി നോക്കുക. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലത്തെ ഓക്കെ, ആ ഇമേജ് നോക്കിയിട്ട് നിങ്ങൾ, ഇതായിരുന്നു ഇമേജ് അല്ലേ, ഓക്കെ, ആ ഇമേജ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് സംഖ്യകൾ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ റോമൻ അക്കായിട്ട് എഴുതി തരണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക, എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ.